അങ്ങനെ തൊപ്പിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി തൊപ്പിയുടെ ഗാങ്ങിലെ മമ്മുവും ഷമീറും രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇന്നലെ രാത്രിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ഷമീർ തന്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. അതിന് പിന്നാലെ കിക്ക് എന്ന് പറയുന്ന ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലും ഷമീർ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പലരും ഇതിനോടകം ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്ലിപ്പുകളൊക്കെ അവിടെ ഇവിടെയും കണ്ടു കാണും. എന്തായാലും ഇതോടുകൂടി തൊപ്പിനെ ട്രൗസർ കീറി എന്ന് പറഞ്ഞാൽ മതിയല്ലോ, തൊപ്പി അങ്ങ് എക്സ്പോസ്ഡ് ആയി. അത് തന്നെ. എന്തായാലും നമുക്ക് ഷമീറിന്റെയും മമ്മുവിന്റെയും ആരോപണത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് എന്താണ് ഈ MRJ ഗ്യാങ്, അവർക്കിടയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നൊന്നും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ അതൊന്ന് ചെറുതായിട്ട് വിശദീകരിച്ചു തരാം. എല്ലാവർക്കും തൊപ്പി ആരാണെന്ന് അറിയാലോ. തൊപ്പി അറിയാത്തവരായ ആരും തന്നെ ഉണ്ടാവില്ല. കുറച്ച് കാര്യങ്ങൾക്ക് മുമ്പ് ഒരു ഗെയിം സ്ട്രീമർ ആയിട്ട് രംഗത്ത് വന്നു. പിന്നീട് ലൈവ് വീഡിയോകൾ ചെയ്യാൻ തുടങ്ങി. ആ ലൈവിൽ വന്ന് ഓരോരോ കോപ്രായങ്ങൾ കാണിക്കാൻ തുടങ്ങി. അത് കാരണം ഒരു കാലത്ത് ഇവൻ എയറിലായിരുന്നു അല്ലെ, ഇവനെ പോലീസ് വരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇവനെല്ലാം നിർത്തി ഞാൻ നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. അതോടെ ഇവനെ കുറ്റം പറഞ്ഞവരെല്ലാം മാറ്റി പറയാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇവനൊന്നൊരു നല്ല പട്ടം കിട്ടാൻ തുടങ്ങി എന്നുള്ളതാണ്. അതിനുശേഷം ഈ തൊപ്പി എന്ന് പറഞ്ഞവൻ ചെയ്ത പരിപാടി എന്താണ്, കുറച്ച് ചെക്കന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു ഗ്യാങ് രൂപീകരിച്ചു. അതിന് MRJ ഗ്യാങ് എന്ന് പേര് വിട്ടു. എന്നാൽ അതിനുശേഷം ഈ ചെക്കന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് യൂട്യൂബിൽ കുറെ ലൈവ് വീഡിയോകളും കുറെ റിയാക്ഷൻ വീഡിയോകളും കുറെ സ്ട്രീമിംഗ് വീഡിയോകളും ഒക്കെ ചെയ്യാൻ തുടങ്ങി. അതോടെ തൊപ്പിയുടെ കൂട്ടത്തിൽ തന്നെ ചെക്കന്മാരും കയറി അങ്ങ് ഫേമസ് ആയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇവരുടെ MRJ ഗ്യാങ് തന്നെ വൻ സക്സസ് ആയി മാറി. അതിനുശേഷം ഇവരുടെ ഗ്യാങ്ങിനെ അനുകരിച്ചുകൊണ്ട് പലരും രംഗത്ത് വന്നെങ്കിലും അവരെല്ലാവരും ഫ്ലോപ്പ് ആവുകയായിരുന്നു. അങ്ങനെ അവർ വൻ സക്സസ്ഫുൾ ആയി പോകുന്നതിന്റെ അടുക്കാണ് കഴിഞ്ഞ 2 മാസമായിട്ട് ഇവരെ കുറിച്ച് ഒരു വിവരം ഇല്ലാണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ പലതും ചോദിച്ചെങ്കിലും ആരും ഇന്നേവരൊന്നും മിണ്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്തുകൊണ്ടാണ് ഈ ഗ്യാങ്ങുമായി ബന്ധപ്പെട്ട് 2 മാസം മിണ്ടാട്ടം ഇല്ലാതായത് എന്നും പറഞ്ഞുകൊണ്ട് ഈ ഗ്യാങ്ങിലെ ഷമീറും മമ്മുവും രംഗത്ത് വരുന്നത്. ആ വീഡിയോ ആണ് ഇന്നലെ കയറി വൈറലായത്. പല കാര്യങ്ങളും അവർ അതിൽ പറയുന്നുണ്ട് കേട്ടോ. ഇത്രയും കാലമായി കൂടെ നിന്നിട്ട് ഈ തൊപ്പി എന്ന് പറയുന്നവൻ ഇവർക്ക് 5 പൈസ പോലും കൊടുക്കാറില്ല പോലും. മാത്രമല്ല തൊപ്പി എന്ന് പറയുന്നവൻ ഇവരെ ശാരീരികമായി പോലും ഇടയ്ക്കിടെ ഉപദ്രവിക്കാറുണ്ട് പോലും. എന്തായാലും ഇതിനെ കുറിച്ച് നമുക്ക് ആദ്യം ഷമീറിന് എന്താണ് പറയാനുള്ളതെന്നുള്ളത് കേട്ടോക്കാം. ഈ പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെ വന്നു. അങ്ങനെ ഒരു 4-5 മാസം മുമ്പ് ഞാൻ സ്ട്രീം ചെയ്യാൻ തുടങ്ങി. നല്ല വ്യൂവർഷിപ്പ്, ലൈക്ക് തൊപ്പിയുടെ അതേ ലെവൽ ഓഫ് അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഓഫ് ഇതൊക്കെ എനിക്ക് കിട്ടി. അങ്ങനെ നല്ല രീതിയിൽ ഞാൻ ഒരു 2-3 മാസം പോയി. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ബ്രേക്ക് എടുക്കും. ഞാൻ എടുക്കുന്നതല്ല, ഇവൻ എന്നോട് പറയും നീ ബ്രേക്ക് എടുക്കുമെന്ന് പറയുമ്പോൾ ഞാൻ ബ്രേക്ക് എടുക്കും. ഇങ്ങനെ 1 മാസം കൂടുമ്പോൾ ഞാൻ ബ്രേക്ക് എടുക്കും. പിന്നെ 1 മാസം കൂടുമ്പം ഇവൻ തോന്നുമ്പം ഇവൻ പറയും ബ്രേക്ക് എടുക്കാൻ പറയും. അപ്പം ഞാൻ ബ്രേക്ക് എടുക്കും. അങ്ങനെ എനിക്കൊരു മാസം, അന്നേരം ആ സമയത്ത് ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മാസം 1.5 ലക്ഷം റുപ്യ അതിനടുപ്പിച്ച് എനിക്ക് റവന്യൂ വരും മാസത്തിൽ, മന്ത്ലി. അപ്പം അങ്ങനെ 3-4 മാസത്തെ മൊത്തം റവന്യൂ കൂടി ഒരു 3-4 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം ഇവൻ്റെ ഇതുകൊണ്ടാണ് ഞാൻ ഇതായത്. ഓൻ്റെ ലൈവിൽ പെർഫോം ചെയ്തതിനോ ഇതിനൊന്നും ഞാൻ ഇന്നേവരെ ചോദിച്ചിട്ടില്ല. ഞാൻ എൻ്റെ സ്വന്തമായിട്ട് എനിക്കൊരു റീചാർജ് ചെയ്യണമെങ്കിൽ പോലും അവനോട് ഞാൻ ചോദിക്കാറില്ല. ഞാൻ എൻ്റെ തന്നെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും രീതിയിലോ ആക്കിയിട്ട് പൈസ ആക്കിയിട്ടാണ് ഞാൻ റീചാർജും കാര്യങ്ങളൊക്കെ ചോദിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് വശം എന്ന് പറയുന്നത്. ഇവിടെ ശരിക്കും തൊപ്പി ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ ഇന്റർനെറ്റിൽ ഒരുപാട് ഗെയിമിംഗ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്. അത്തരം പ്ലാറ്റ്ഫോമുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാണെങ്കിൽ അവരൊക്കെ നമുക്ക് ഗെയിം കളിക്കാനുള്ള അവസരം തരും. ഏത് PUBG പോലുള്ള ഗെയിമുകളൊക്കെ ഉണ്ടല്ലോ, അതന്നെ. അപ്പൊ അതിൽ നമ്മൾ നന്നായി ഗെയിം കളിക്കുകയാണെങ്കിൽ നമ്മുടെ കളി കാണാൻ വേണ്ടി അത്യാവശ്യം വ്യൂവേഴ്സ് അവിടെ വരും. അങ്ങനെ വരുമ്പോൾ ആ വ്യൂവർഷിപ്പിനനുസരിച്ച് നമുക്ക് നല്ല പണം ഇത്തരം വെബ്സൈറ്റുകൾ തരും. യൂട്യൂബ് ഒക്കെ പോലെ തന്നെ. പക്ഷെ യൂട്യൂബിനേക്കാളും 5-10 ഇരട്ടിയൊക്കെയാണ് ഇവർ വരുമാനം തരുന്നത്. അതുകൊണ്ട് തന്നെ നന്നായി ഗെയിം കളിക്കാവുന്ന ഒരാൾക്ക് ഈ പ്ലാറ്റ്ഫോമിലൊക്കെ കയറി നല്ലോണം ഗെയിം കളിച്ചു കഴിഞ്ഞാണെങ്കിൽ മാസം ലക്ഷങ്ങളും കോടികളും വരെ സമ്പാദിക്കാം. ഇതിലെ കിക്ക് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് തൊപ്പി അത്യാവശ്യം ആക്റ്റീവ് ആയിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ മാസം 30 ലക്ഷം 40 ലക്ഷം ഒക്കെ തൊപ്പി സമ്പാദിക്കുന്നുണ്ട്. തൊപ്പി തന്നെ മുമ്പ് ഒരിക്കലും ഇന്റർവ്യൂവിൽ അത് പറഞ്ഞതുമാണ്. അപ്പൊ തൊപ്പി ഇവിടെ ചെയ്ത പരിപാടി എന്താണ്, ഇത്തരം പ്ലാറ്റ്ഫോമുകളിലേക്ക് ഈ പറയുന്ന നന്നായി ഗെയിം കളിക്കാൻ അറിയാവുന്ന ഷമീറിനെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്നിട്ട് അവനെ കൊണ്ട് അവിടെ പോയി ഗെയിം കളിപ്പിച്ചിട്ട് മാസം അവൻ വഴി 1.5 ലക്ഷം റുപ്യ സമ്പാദിക്കാൻ തുടങ്ങി. ഈ പൈസ മൊത്തം പോകുന്നത് ആരുടെ അക്കൗണ്ടിലേക്കാണ്, തൊപ്പിയുടെ അക്കൗണ്ടിലേക്കാണ്. അതിൽ നിന്ന് നയാ പൈസ പോലും ഈ ഷമീറിന് കൊടുക്കാറില്ല എന്നുള്ളതാണ്. എന്നാണ് ഷമീറിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷമീർ മൊബൈൽ ഫോണിലെ റീചാർജ് പോലും സ്വന്തം വീട്ടിൽ നിന്നും പൈസ വാങ്ങിയിട്ടാണ് ചെയ്യാറുള്ളത്. ആദ്യമൊന്നും ഷമീറിന് ഇതിൽ വലിയ പരാതി ഒന്നും ഇല്ലായിരുന്നു. കാരണം ഒന്നുമല്ലാത്ത ഷമീറിന് അത്യാവശ്യം ഫെയിം ഉണ്ടാക്കി കൊടുത്തത് തൊപ്പിയാണ്. ഈ സ്ട്രീം ചെയ്യാൻ വേണ്ടി അവസരം ഉണ്ടാക്കി കൊടുത്തതും തൊപ്പിയാണ്. എല്ലാം തൊപ്പിന്റെ കെയർ ഓഫിലാണ് താൻ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പരാതിപ്പെടാനും ഒരു അവസരം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അത്രയും കാലം തൊപ്പി എന്താണോ പറഞ്ഞത് അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു ഷമീർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഇത്രയും പട്ടിപ്പണി എടുപ്പിച്ച സ്ഥിതിക്ക് ഒരു 10,000 റുപ്യ ശമ്പളമെങ്കിലും മാസം ഈ പറഞ്ഞ ഷമീറിന് തൊപ്പിക്ക് കൊടുക്കായിരുന്നു. അവനെ വെച്ച് മാസം 1.5-2 ലക്ഷം റുപ്യ ഉണ്ടാക്കണല്ലേ, അതിലൊരു 10,000 റുപ്യ കൊടുത്തെന്ന് വിചാരിച്ചൊന്നും വരാൻ പോകുന്നില്ല. 1 റുപ്യ പോലും കൊടുക്കൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് ചെറ്റത്തരം തന്നെയാണ്. എന്തായാലും ഷമീറിനും തുടക്കത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്കിവിടെ പ്രത്യേകിച്ചൊന്നും പറയാനുമില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ അടുക്കാണ് ഷമീറിന്റെ പെങ്ങളുടെ കല്യാണം ഒപ്പിക്കുന്നത്. അതോടെ ഷമീർ എന്താക്കി, കുറച്ച് പൈസ തൊപ്പിയോട് ചോദിച്ചു. ഇത്രയും പണിയെടുത്ത് കൊടുക്കണല്ലേ, എന്തെങ്കിലുമൊക്കെ തൊപ്പി തരുമായിരിക്കുമെന്ന് കരുതി തൊപ്പിയോട് പൈസ ചോദിച്ചു. അന്നേരം തൊപ്പിയുടെ സ്വഭാവം മാറി. അതിനെക്കുറിച്ച് ഷമീർ പറഞ്ഞെന്ന് കേട്ടോക്കാം.
ഒരു ദിവസം രാത്രി ഞാൻ ലൈവ് കഴിഞ്ഞു, ഞാൻ അവനോട് പോയിട്ട് എൻ്റെ ഉമ്മ വിളിച്ചു. അപ്പോൾ സിസ്റ്ററുടെ മാരേജൊക്കെ ഇങ്ങനെ ഇത് നടക്കുകയായിരുന്നു. മാരേജ് അല്ല, മാരേജിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അടുത്ത് തന്നെ മാരേജാണ്. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നടക്കുകയായിരുന്നു, എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ പരിപാടികളൊക്കെ ആയിട്ട്. അപ്പം സ്വാഭാവികമായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് പൈസ ചോദിക്കുമല്ലോ. ആ ഇതിൽ ഇവനോട് ഞാൻ പൈസ ചോദിച്ചു. അത് ഞാൻ ഉണ്ടാക്കിയ പൈസ താടാ അങ്ങനെയൊന്നല്ല ഞാൻ ചോദിച്ചത്. ഞാൻ ഈ പറഞ്ഞ പോലെ നീ അത് ഇങ്ങനെ ഇതാന്ന് സിസ്റ്റർ ഇതാന്ന് ഒരു പൈസ ഈ പറഞ്ഞ പോലെ പൈസ എമൗണ്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഓൻ എത്ര വന്നാലും അത് വാങ്ങാം, അത് ഇതാക്കാം, ഓന് അങ്ങനെ തരുമെന്നായിരുന്നു എൻ്റെ വിശ്വാസം. അവൻ്റെ റൂമിലേക്ക് കയറുന്നവരുള്ള എൻ്റെ വിശ്വാസം അങ്ങനെയായിരുന്നു. അങ്ങനെ ഞാൻ കയറി, ഞാൻ അവനോട് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു റവന്യൂ തരാൻ പറ്റില്ല, റവന്യൂ എനിക്ക് തരാൻ പറ്റില്ല. കാരണം അവനിതൊരു ബിസിനസ്സായിട്ടാണ് നടത്തുന്നത്, അവനിതൊരു ബിസിനസ്സാണ്. അപ്പം അങ്ങനെ നമുക്ക് റവന്യൂ തരാനുള്ള റവന്യൂ ഓൻ തരൂല, ഓന് റവന്യൂ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ റവന്യൂ തരാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ റേസായി എന്നല്ല, ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനും കൂടി ഞാൻ ഇതാക്കിയതിൻ്റെ ഒരു ഇതിൽ നിന്നൊരു പൈസ എല്ലാം ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അത് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു നീ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് റൂള്, ഇവിടെ ഇങ്ങനെയൊക്കെയാണ്, നിങ്ങൾക്ക് വേറെ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തോ, ഇവിടെ ഇതൊക്കെയാണ് റൂള് എന്ന് എന്നോട് പറഞ്ഞു. എന്തെന്ന് അതിനൊക്കെ പറയല്ലേ. മാസം തൊപ്പിക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നവരാണ്. അവന്റെ പെങ്ങളുടെ കല്യാണത്തിന് കുറച്ച് പൈസ ചോദിച്ചപ്പോൾ ആട്ടി ഓടിക്കാന്നൊക്കെ പറഞ്ഞാണെങ്കിൽ ഈ തൊപ്പി എന്ന് പറയുന്നവനൊക്കെ നിലവാരം നോക്കണം നിങ്ങൾ. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവസാനം പെങ്ങളുടെ കല്യാണം ആവുന്ന സമയത്ത് സർപ്രൈസ് ആയിട്ട് സഹായിക്കാനാകുമോ തൊപ്പിയുടെ പ്ലാൻ എന്നുള്ളതാണ്. അല്ല, തൊപ്പിയാണ്ട് പറയാൻ പറ്റൂല, ഫുള്ളും സർപ്രൈസ് കൊടുക്കാനാണല്ലോ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് തൊപ്പിയുടെ പരിപാടി. പാവപ്പെട്ടവന് വീട്ടിൽ പോയിട്ട് ഐഫോൺ സർപ്രൈസ് ആയിട്ട് കൊടുക്കുക, കിടപ്പ് രോഗികൾക്ക് ഓരോ സർപ്രൈസുകൾ നൽകുക, ഇതൊക്കെ ആയിരുന്നില്ല കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് തൊപ്പിയുടെ പരിപാടി എന്ന് പറയുന്നത്. ഇനി ഇതും അതേപോലെ സർപ്രൈസ് ആയിട്ട് കൊടുക്കാനുള്ള പ്ലാൻ ആയിരുന്നു തൊപ്പിക്ക്. ആർക്കറിയാമല്ലേ. ഇനി എന്ത് പ്ലാൻ തന്നെ ആയാലും ഇങ്ങനെ പണം ചോദിച്ചു വരുമ്പോൾ ആട്ടി പൈക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അതൊരുമാതിരി നിലവാരം കുറഞ്ഞ പരിപാടിയാണ്. അവൻ പണിയെടുത്ത പൈസ അല്ലേ ചോദിച്ചത്, അതും ഇത്ര എമൗണ്ട് കറക്റ്റ് ആയി തരണമെന്നൊന്നും അവൻ പറയുന്നില്ല. നിങ്ങൾക്ക് എന്താണോ പറ്റുന്നത് അത് തരാന്ന് അവൻ പറയുന്നുള്ളൂ. അതുപോലും കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ എന്ത് പറയാനാണ്. ഇനി ഈ ഗ്യാങ്ങിലെ മമ്മു എന്ന് പറയുന്ന ഒരുത്തനുണ്ട്, അവൻ എല്ലാവർക്കും അറിയുമായിരിക്കും, ഇടയ്ക്കിടെ ഏറി കയറുന്ന ഒരുത്തനാണ്. അവന്റെ അവസ്ഥയെ കുറിച്ച് ഈ പറയുന്ന ഷമീർ പറയുന്നുണ്ട്, നമ്മൾ അതൊന്ന് കേട്ടോക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ മമ്മു എന്ന് പറയുന്ന വ്യക്തി അവൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കൂടെ കൂടിയിട്ട് 2.5-3 വർഷമായി. ഈ മമ്മു എന്ന് പറയുന്ന വ്യക്തിൻ്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്നല്ല, ആ ടൈം തൊട്ടേ അവൻ്റെ ഉപ്പ വേറെ അത് നോക്കി പോയതാണ്, അവൻ്റെ ഉമ്മാനെ ഉപേക്ഷിച്ച് പോയതാണ്. അപ്പോൾ അതൊക്കെ ഇവനറിയാം, അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവൻ എടുത്തത്. ഇവൻ ലൈവിൽ അവൻ്റെ ഉമ്മാനൊക്കെ വിളിക്കുന്നുണ്ട്, ഉമ്മാന് വിഷമിക്കേണ്ട വരില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം 2.5 വർഷമായിട്ടും ഇത്രയും കാലമായിട്ട് ഈ മമ്മൂ, ഞാൻ എൻ്റെ ഈ കാര്യങ്ങൾ നിങ്ങൾ മാറ്റി വെച്ചേക്ക്, എൻ്റെ ഈ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ്ങിന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എൻ്റെ ഒരു ഇതറിയിക്കാൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ മമ്മൂ എന്ന് പറയുന്ന വ്യക്തി അവൻ്റെ കൂടെ നിൽക്കാൻ തുടങ്ങിയിട്ട് 2.5 വർഷമായി. ഈ ഒരു 2 മാസം മുമ്പ് മമ്മൂ എന്ന് പറഞ്ഞ വ്യക്തിൻ്റെ വീട്ടിൻ്റെ ഓടിട്ട വീടാണ്. ആ വീട് കണ്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ഞാൻ പറയാതെ തന്നെ മനസ്സിലാവും. അത് ഓനൊരു വീഡിയോ എടുക്കുന്നുണ്ട് ഓൻ്റെ വീടൊക്കെ കാണിച്ചിട്ട്. കാരണം ഇനി നമ്മളിത് പറയാണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇതായി പോകും, മനസ്സിലായോ, നമ്മൾ പടുകുയിലേക്ക് പെട്ടു. ശരി. അപ്പൊ ചുരുക്കി പറഞ്ഞ തൊപ്പിന്റെ ഗ്യാങ്ങിലേക്ക് വരുന്നതിന് മുമ്പ് മമ്മു ഒരു ഓടിട്ട് വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. പക്ഷെ ഇപ്പോഴും തൊപ്പിന്റെ ഗ്യാങ്ങിൽ വന്ന മാസങ്ങളോളായിട്ടും അതിനൊരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഷമീർ പറഞ്ഞു വരുന്നത്, അല്ലേ? അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഇവിടെ തൊപ്പിനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന എന്താണ്, അവനൊരു ഗ്യാങ് രൂപീകരിച്ച് ആ ഗ്യാങ്ങിൽ കുറച്ച് ചെക്കന്മാരെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് പട്ടിപ്പണി എടുപ്പിക്കുക. എന്നിട്ട് ആ പൈസക്ക് ഇവൻ പുട്ടടിക്കണ പോട്ടെ, അതിന് കുറച്ചെന്തെങ്കിലും ആ ചെക്കന്മാർക്ക് കൊടുക്കുക, അതില്ല. അവന്മാർക്ക് 5 പൈസ കൊടുക്കാതെ ഇവനങ്ങ് വിലച്ച് നടക്കുക. എന്നിട്ട് ഇവൻ BMW മറ്റേ കാറും മറിച്ചേ കാറൊക്കെ എടുക്കുക. ഈ ചെക്കന്മാരാണെങ്കിലോ 10 രൂപയ്ക്ക് ചായ കുടിക്കാൻ പോലും ഇല്ലാത്ത ഗതികെട്ട അവസ്ഥയിൽ തെണ്ടി നടക്കുക. ഒന്ന് റീചാർജ് ചെയ്യണമെങ്കിൽ പോലും വീട്ടുകാരെ കാല് പിടിക്കേണ്ട അവസ്ഥ. പക്ഷെ പുറമേ നോക്കുമ്പോൾ എങ്ങനെയാണ്, സെറ്റ് ഗ്യാങ് ആണ്. ഇവരെ പോലെ അടിച്ചുപൊളി ഗ്യാങ് വേറെ ഇല്ല. ഓരോ സ്ഥലത്ത് പോകുന്നു, ചുറ്റിക്കറങ്ങുന്നു, അലമ്പുണ്ടാക്കുന്നു. ഇത് കാണുന്ന ഏതൊരുത്തിനും വിചാരിക്കുന്നത് എന്താണ്, നമ്മളെ ഡ്രീം ലൈഫാണ് ഇവരൊക്കെ ജീവിക്കുന്നതെന്നാണ്. പക്ഷെ ഇതിനൊക്കെ പിന്നാമ്പുറം ഇതാണെന്നുള്ളത് ഇപ്പോഴല്ല മനസ്സിലായത്. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം, സോഷ്യൽ മീഡിയയിൽ കാണുന്നൊന്നല്ല ആരുടെയും ജീവിതം എന്നുള്ളത്, എല്ലാം ഒരു ഫേക്കാണ്. ഇതൊന്നല്ല കേട്ടോ. ഇനി അവിടെ ഭക്ഷണത്തിൽ കാണിക്കുന്ന വേർതിരിവിനെ കുറിച്ച് ഷമീർ പറയുന്നുണ്ട്. അതായത് അവിടെ 2 തരം ഭക്ഷണങ്ങളാണുള്ളത്. അത്യാവശ്യം മുന്തിയ ഫുഡ്, ചിക്കനും മട്ടനും ബീഫും ഒക്കെ ഈ പറയുന്ന തൊപ്പിക്ക് കൊടുക്കും. എന്നാൽ അതിന് തൊട്ട് താഴെ റേഷൻ ഫുഡുകളെല്ലാം ഇവർക്ക് കൊടുക്കും. സാമ്പാറും ചമ്മന്തിയും ചോറും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇവർക്ക് കൊടുക്കും. അങ്ങനെയായിരുന്നു പോലെ അവിടെ കുറച്ചു കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനെക്കുറിച്ച് ഷമീർ തന്നെ പറഞ്ഞ് നമുക്ക് കേട്ടോക്കാം. അതായത് അവിടെ 2 മെസ്സാണ് അവിടെ ഉണ്ടാവാറ്. അതായത് നമുക്ക് സാമ്പാറും അല്ലെങ്കിൽ രസവും ചോറും എന്തെങ്കിലും വറവോ അങ്ങനെ മുട്ട പൊരിച്ച അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. അവൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ചിക്കൻ ഫ്രൈ, പിന്നെ
അവൻ്റെതായ ഒരു ഫുഡുകളുണ്ട്, ചിക്കൻ ഫ്രൈ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അവന് വേറെ തന്നെ ഒരു ഫുഡ്. അങ്ങനെ 2 മെസ്സാണ് അവിടെ നടക്കുന്നത്. എന്തതിനൊക്കെ പറയല്ലേ. ചുരുക്കി പറഞ്ഞാണെങ്കിൽ തൊപ്പി അവിടെ ഒരു കോർപ്പറേറ്റ് ലെവൽ സെറ്റപ്പാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഈ കോർപ്പറേറ്റ് കമ്പനികളൊക്കെ അങ്ങനെയാണല്ലോ, അതിലൊരു മുതലാളി ഉണ്ടാവും, മൂപ്പരൊരു പ്രത്യേക ലൈഫായിരിക്കും ജീവിക്കുക, അതിന് താഴെ തൊഴിലാളികൾ ഉണ്ടാകും, അവർ അതിനും താഴെ നിലവാരമുള്ള ജീവിതമായിരിക്കും നയിക്കുക. ഇവിടെയും അതുപോലെ തന്നെയാണല്ലോ. തൊപ്പി ഒരു അടിച്ചുപൊളി ലൈഫ്, ഇവന്മാർക്ക് ഒരു റേഷൻ ലൈഫ്. അങ്ങനെ ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ എങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇവന്മാർക്ക് പണം കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ ശമ്പളം കൊടുക്കായിരുന്നു. ഇതൊരു മാതിരി അടിമപ്പണി ഏൽപ്പിക്കുന്ന പോലെ ആയിപ്പോയി. ഇനി മമ്മൂനെ നേരിടേണ്ടി വന്ന വളരെ ക്രൂരമായിട്ടുള്ള ഒരു അനുഭവം ഷമീർ പങ്കുവെക്കുന്നുണ്ട്. നമുക്ക് എല്ലാം കൂടെ ഒന്ന് കേട്ടോക്കാം. ആണെങ്കിലും ഉണ്ട്. മമ്മൂനെ ഒരു ദിവസം മലപ്പുറത്ത് നമ്മൾ നിൽക്കുമ്പോൾ ഒരു പരിപാടിക്ക് പോയ സമയത്ത് എന്തോ ഒരു പ്രൊമോഷൻ പരിപാടിക്ക് എന്തോ ഇവനോട് ഇതാക്കാൻ പറഞ്ഞു. അപ്പോൾ മമ്മു എന്തോ മൂടില്ലാന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. കാരണം സ്വാഭാവികമായിട്ട് അവൻ 2-2.5 വർഷമായിട്ട് കൂടെ നിൽക്കുന്നതെന്ന് ഓൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് ഓൻ പറയുന്ന എല്ലാ ഇതിനും തുള്ളുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എന്നിട്ടും ഓന് എന്താ പറയുക, ഒരു 2 രൂപേൻ്റെ കൈ കിട്ടാത്തതുകൊണ്ടുള്ള ഇതുകൊണ്ടായിരിക്കാം മോട്ടിവേഷൻ. ആരും അങ്ങനെ എന്താ പറയുക 2-2.5 വർഷവും ഒരിക്കലും ഒരു കമ്പനിയിൽ ശമ്പളം കിട്ടാതെ ആരും പണിയെടുക്കില്ല. അതുപോലെ തന്നെ അപ്പോൾ ഒരു ഡീമോട്ടിവേഷൻ വരും. അപ്പോൾ അതിൻ്റെ ഇതിൽ അവൻ പറഞ്ഞു പറ്റില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നോ അങ്ങനെ എന്തോ ഒരു ഇതിൽ അതും ഇങ്ങനെ തലയൊക്കെ ചൊറന്നോട്ട് ഇങ്ങനെ താഴേക്ക് നോക്കിയിട്ടാണ് പറയുന്നത്. അവനോട് നേരെ നിന്ന് നമ്മളാരും സംസാരിക്കാൻ നമുക്ക് പറ്റാറില്ല, അതിനുള്ളൊരു ഇത് ഉണ്ടാവാറില്ല. എനിക്ക് പിന്നെയും ഉണ്ടാവാറുണ്ട്, ബാക്കിയുള്ളവർക്ക് അത്രയും ഇത് ഉണ്ടാവാറില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ട് ഓൻ പറഞ്ഞപ്പോൾ ഇവനെന്ത് ചെയ്തു, നീ ഇരിക്കുമെന്ന് പറഞ്ഞു. ഓനെ കട്ടിലിരുത്തി. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഉണ്ട്. അപ്പോൾ ഇവൻ്റെ കാല് കൊണ്ട് എന്ത് ചെയ്തു, അവൻ്റെ മുഖത്ത് ഇങ്ങനെ ചൂട്ടി ഒരു 5 മിനിറ്റോളം മുഖത്ത് ചൂട്ടിയിട്ട് എന്താടാ എനിക്ക് പറ്റാത്തതെന്ന് പറഞ്ഞിട്ട് തെറിയൊക്കെ വിളിച്ചുകൊണ്ട് കാലിങ്ങനെ ചൂട്ടി. അത് കണ്ട് എനിക്ക് മൊത്തത്തിൽ ബാഡായി. പിന്നെ ഞങ്ങൾക്ക് ഓൻ്റെ അടുത്ത് പറയാനുള്ള ഇതില്ല, കാരണം അവൻ ഭയങ്കര ഹൈപ്പർ ഇതായിട്ട് ദേഷ്യം പിടിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെയും ചിലപ്പോൾ ചവിട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് സ്വയം ഒരു പേടി ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മളവനെ കണ്ടതും ഈ പറഞ്ഞ പോലെ ഒരു ഇതായിട്ടാണ് നമ്മൾ കണ്ടത്. നമ്മളവനൊരു താന്നൊരു ലെവലിലാണ് നമ്മളെ കാണുന്നത്. നമ്മൾ ശബ്ദ ഉയർത്തി അവനോടൊന്ന് ചോദിക്കുക ഇതാക്കുകയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര പിന്നീട് ഓൻ നമ്മളെ ഇതാക്കും. അത് ലൈവിലും കുറേ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. അതായത് ഓൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ലൈവിന് ശേഷം നമുക്ക് കുറേ ഇത് കിട്ടും. നമ്മളെ മെൻ്റലി ആണെങ്കിലും ഓൻ്റെ വായ കൊണ്ട് ഓൻ നമ്മളെ ഭയങ്കരമായിട്ട് തളർത്തും. പലതും പറഞ്ഞ് തെറിവിളിയിലൂടെയും ഇതുമെല്ലാമായിട്ട് നമ്മളെ തളർത്തും. അപ്പം അതുകൊണ്ട് നമുക്കൊരു പേടി, ഒരു ഇതുണ്ട്, ബഹുമാനമില്ല, നമുക്ക് പേടി. എന്തൊരു അവസ്ഥയാണല്ലേ. ഈ തൊപ്പി എന്ന് പറയുന്നത് എക്സ്ട്രീം നാർസിസ്റ്റ് ആണെന്ന് തോന്നുന്നു. ഇങ്ങനെ അവൻ പറയുന്നത് അനുസരിച്ചിട്ടില്ലെങ്കിൽ, മുഖത്ത് ചവിട്ടുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ച് അവനൊരു നാർസിസ്റ്റ് പേഴ്സണാലിറ്റി തന്നെയാണ്. എത്രയും പെട്ടെന്ന് അവന്റെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ട മക്കളെ, ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ജീവിതം നരകിച്ച് തീരും. അത്ര എനിക്ക് പറയാനുണ്ട്. അല്ലെങ്കിലേ എടുക്കുന്ന പണിക്ക് 5 പൈസ കൊടുക്കുന്നില്ല. അതിന്റെ കൂട്ടത്തിൽ ഈ ശാരീരിക ഉപദ്രവം കൂടി ആയിക്കഴിഞ്ഞാണെങ്കിൽ എന്താ ഇതിനൊക്കെ പറയാ അല്ലേ. വല്ലാത്തൊരു ചങ്ങാ ഇഷ്ടമാണ്. ഇനി പറയുന്ന മമ്മു അവന് ചില അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. നമ്മളെന്തായാലും കൂടി ഒന്ന് കേട്ടോക്കാം. 2.5 വർഷത്തോളമായിട്ട് അവിടെ എനിക്ക് ഒരു ഹാപ്പി എനിക്ക് ഉണ്ടായിട്ടില്ല. അത് ഷമീറിനോട് ചോദിച്ചാൽ അറിയാം, ജാസിനോട് എല്ലാവരോടും ചോദിച്ചാൽ മുമ്പിൽ നമ്മൾ അഭിനയിക്കുന്നത്. കാരണം വ്ലോഗാണ്, അതിന്റെ ഇടയിൽ കട്ട് ചെയ്ത് നമ്മൾ അപ്പാട് തെറി വിളിക്കും. അതങ്ങനെയാണ്. കാരണം നമ്മളോട് അഭിനയിക്കാം. അതായത് ഞാൻ ശരിക്കും 2.5 കൊല്ലം നമ്മൾ അവനോട് പറയാം, ശരിക്കും നമ്മളവിടെ ഓൻ കാണുന്നത് ശരിക്കും അടിമയായിട്ടാണ് നമ്മളെ കാണുന്നത്. കാരണം ഇവൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു ആളായിട്ടാണ് അന്യം കാണുന്നത്, ഷമീറിനെയും കാണുന്നത്, ബാക്കിയുള്ള 7 ആൾക്കാരും ജോലിക്കാരായി കാണുന്നൊന്നും പ്രശ്നമില്ല. അതിനൊന്നും നമുക്ക് പ്രത്യേകിച്ച് കുറ്റം പറയാൻ പറ്റൂല. പക്ഷെ ഇവർക്ക് വേണ്ട പരിഗണന കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പൊ ഇവരെല്ലാവരും തൊപ്പിന്റെ അതേ റേഞ്ചിൽ തൊപ്പി കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാനൊന്നും പറ്റൂലല്ലോ. അങ്ങനെ വാശി പിടിക്കുന്നത് മണ്ടത്തരമാണ്, അത്യാഗ്രഹമാണ്. പക്ഷെ ഈ ചെക്കന്മാരെ സംബന്ധിച്ചിടത്തോളം നോക്കി, ഇവന്മാരെല്ലാം ഉപേക്ഷിച്ച് തൊപ്പിന്റെ കൂടെ വന്നവരാണ്. ഇവര് ജോലി ചെയ്യുന്ന മുഴുവനും തൊപ്പിക്ക് വേണ്ടിയിട്ടാണ്. അതെങ്കിലും പരിഗണിച്ച് ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അതെങ്കിലും തൊപ്പിക്ക് ചെയ്യാമായിരുന്നു. അങ്ങനെയെങ്കിൽ പിന്നെയും ഓക്കെ. അതൊക്കെ ചെയ്തു കൊടുത്തിട്ട് ഇവൻ ജോലിക്കാരനായിട്ടോ എങ്ങനെ വേണമെങ്കിലും കണ്ടോട്ടെ. പക്ഷെ അതൊന്നും ഇവന് ചെയ്തു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇനി ഈ പറയുന്ന മമ്മുവിന് ഈ തൊപ്പി ഗ്യാങ്ങിലുള്ള ജോലി എന്താണെന്നുള്ളത് മമ്മു ശരിക്കും തുറന്നു പറയുന്നുണ്ട്. നിങ്ങൾ എന്തായാലും അതൊന്ന് കേട്ടോ. നമ്മൾ ശരിക്കും എൻ്റെ യഥാർത്ഥ പണിയെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഷഡ്ഡി അലക്കലാണ്. അതായത് റാംബോൻ്റെയും നിയാദിൻ്റെയും ഷഡ്ഡി അലക്കലാണ്. അതും ഒരു 3 ആഴ്ചക്കുള്ളിൽ അവൻ്റെ ഷഡ്ഡി അലക്കിയിട്ടില്ലെങ്കിൽ മുത്തിക്ക് അടി പോകും. കാരണം അവിടെ അനുഭവിക്കുകയും ചെയ്യുന്നതാ. കാരണം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഞാൻ പറയുന്നത് വെച്ചാൽ അത് അനുഭവിക്കണം. കാരണം അനുഭവിച്ച ആൾക്കാരാണ് നമ്മൾ. ഓൻ്റെ ഷഡ്ഡി അലക്കലും, ഓൻ്റെ ഷൂ തുടക്കല്, ഓൻ്റെ കാറുകളെല്ലാം ഒരു കുഴപ്പമില്ല. അതൊന്നും കാരണം നമ്മൾ കൂടി സഞ്ചരിക്കുന്ന വണ്ടിയാണ്, ഉപകാരമുള്ള വണ്ടിയാണ്. പക്ഷേ ഇത് നമ്മളെ അങ്ങനെയാണ് കാണുന്നത്. ചുരുക്കി പറഞ്ഞാണെങ്കിൽ നിങ്ങളെല്ലാവരും അവിടുത്തെ വീട്ടു ജോലിക്കാരായിരുന്നു എന്നർത്ഥം. വല്ലാത്തൊരു ബുദ്ധിയാണ് കേട്ടോ തൊപ്പീൻ്റെത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇന്നത്തെ കാലത്ത് ഒരാളെ വീട്ടു ജോലിക്ക് വെച്ചിട്ട് ഇത്രയും പണികൾ ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര റുപ്യ കൊടുക്കണം മാസം? മിനിമം ഒരു 16 റുപ്യക്കിന് കൊടുക്കണം അല്ലേ? പക്ഷെ തൊപ്പിയെ സംബന്ധിച്ചിടത്തോളം ഈ ചെക്കന്മാരെല്ലാവരും കൂട്ടിപ്പിടിച്ച് അവർക്ക് അത്യാവശ്യം ഫെയിമും റീച്ച് ഉണ്ടാക്കി കൊടുത്ത് എന്നിട്ട് പറയാണ് വീട്ടുപണികളൊക്കെ ചെയ്തു. എന്നിട്ട് അവരെ കൊണ്ട് എല്ലാ പണി എടുപ്പിക്കുക.
തൊപ്പിനെ സംബന്ധിച്ചിടത്തോളം ആ പൈസ ഒക്കെ ലാഭം, ആ പൈസ ഒക്കെ തൊപ്പിന്റെ പോക്കറ്റിലേക്ക്. എന്തൊരു ബുദ്ധിയാണ് ഈ ചങ്ങായിക്ക്. സത്യം പറയാലോ, ഇവനൊരു കറകളഞ്ഞ ബിസിനസ്മാൻ ആണ്. ഇവനെ നാഞ്ഞ മനസ്സ് വെച്ചാണെങ്കിൽ ഇവന് ചിലപ്പോൾ യൂസഫ് അലിന്റെ ലെവലിൽ വരെ എത്താൻ പറ്റും. ആ ലെവലുള്ള കൂർമ്മ ബുദ്ധി ഇവനുണ്ട്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ കുറച്ച് അത്യാഗ്രഹവും കുറച്ച് പിശുക്കും വന്നുപോയി. അവിടെയാണ് ഇവനക്ക് പാളിയത്. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഇവരൊക്കെ ഇവന്റെ അടിമാറ്റി നിൽക്കാൻ തയ്യാറായാൽ. ഒന്നും വേണ്ട, മാസം കോടികൾ സമ്പാദിക്കുന്നുണ്ടല്ലോ. അതിൽ ഇവന്മാർക്കൊക്കെ മാസം 10,000 രൂപ ചമ്പളം കൊടുത്താൽ മാത്രം മതി, ഇവന്മാര് ഹാപ്പിയാണ്. ജീവിതകാലം മൊത്തമാണെങ്കിൽ ഇവർ ഇവന്റെ അടിമായിട്ട് നിൽക്കാനും തയ്യാറാവുമായിരുന്നു. പക്ഷെ ആ ബുദ്ധി തൊപ്പിക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇനി വീട്ടു ജോലികളൊക്കെ ചെയ്യുന്ന സ്ഥിതിക്ക് തൊപ്പിന്റെ ചില ചിലവുകളെ കുറിച്ച് ഈ പറയുന്ന മമ്മു പറയുന്നുണ്ട്. അതായത് തൊപ്പിക്ക് ഒരു 3 ദിവസം ഫുഡ് കഴിക്കാനും പെട്രോൾ അടിക്കാനും മാത്രം 16 രൂപയാണ് ചെലവ്. ആ ചെലവെല്ലാം നോക്കുന്നത് മമ്മു തന്നെയാണ്. പക്ഷേ മമ്മുവിന് ഒരു ദിവസത്തെ അലവൻസ് എത്രയാണെന്ന് അറിയാം, 30 രൂപ. ആ 30 രൂപയ്ക്ക് അവന്റെ ചെലവുകൾ നോക്കിക്കൊള്ളണം. അതിനെ കുറിച്ച് മമ്മു പറഞ്ഞ് ഞങ്ങൾ കേട്ടു. പക്ഷെ അവൻ പൈസ അയക്കും. എൻ്റെ ഗൂഗിൾ പേയിലെല്ലാം നിങ്ങൾ ചോദിക്കുന്ന ഇത് കാണിച്ചു. പക്ഷെ അവൻ പൈസ അയക്കലുണ്ട് മക്കളെ. 10,000 രൂപ 5,000 രൂപ ലോൺ അയക്കും. അത് എന്തിനു വേണ്ടിയിട്ട്? ഓൻ്റെ കാര്യങ്ങൾ, അതായത് ഇവിടെ അടക്കാൻ, എണ്ണ അടിക്കാൻ, ഓനക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാൻ, ഓനക്ക് വേണ്ട അണ്ടിപ്പരിപ്പ് വാങ്ങാൻ, ഓനക്ക് വേണ്ട ഫുഡ് വാങ്ങാൻ എനിക്ക് 10,000 രൂപ അയച്ചാൽ 3 ദിവസം കൊണ്ട് തീരും ഓൻ്റെ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട്. അതിൽ നിന്ന് ഒരു 10 രൂപ 20 രൂപ നമ്മളൊരു ചായയും ഇതും തിന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ 30 രൂപേന്റെ മേലെ പോകരുതെന്നാണ് റാംബോന്റെ എല്ലാം അടുത്ത നിയമം. ഈ റാംബോ എന്ന് പറയുന്നത് തൊപ്പിന്റെ മാനേജറാണ് കേട്ടോ. അവനാണ് തൊപ്പിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നതും ഇവരെ നിയന്ത്രിക്കുന്നതും ഒക്കെ. അപ്പൊ അവൻ പറഞ്ഞേ കേട്ടില്ലേ, 30 രൂപയാണ് ആകെ അലവൻസ്. അതൊരു ചായയും കടിയും തിന്നുമ്പോഴേക്കും 30 രൂപ അവിടെ തീരും. പിന്നെ ബാക്കിയുള്ള സമയം മൊത്തം എന്താണോ തൊപ്പിനെ വീട്ടിൽ നിന്ന് കൊടുക്കുന്നത് അത് കഴിക്കേണ്ടി വരും. മര്യാദയ്ക്ക് ഇഷ്ടമുള്ള ഫുഡ് പോലും കഴിക്കാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ അടിമാറ്റി നിൽക്കുന്നത്? കഷ്ടം തന്നെ, അല്ലാണ്ട് ഇപ്പൊ എന്ത് പറയാനാണ്. ഇനി ഈ പറയുന്ന തൊപ്പി ഇടയ്ക്കിടെ ബർത്ത്ഡേ ഗിഫ്റ്റ്, ആ ഗിഫ്റ്റ്, ഈ ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവന്റെ ഗ്യാങ്ങിൽ തന്നെയുള്ള ചിലർക്ക് സർപ്രൈസ് കൊടുക്കുന്ന വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അല്ലേ? പലരും അത് കണ്ടിട്ടുണ്ടാകും. ആദിലിന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ആദിലിന് ഐഫോൺ കൊടുക്കുന്നു, ഷമീറിന്റെ ബർത്ത്ഡേ എന്നും പറഞ്ഞിട്ട് ഷമീറിന് ഐഫോൺ കൊടുക്കുന്നു. അങ്ങനെ പലരെയും ഇവന് സർപ്രൈസ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതിന്റെ പിന്നാമ്പുറത്തെ കുറിച്ച് ഇവർ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കേട്ടോക്കാം. 2-2.5 വർഷത്തോളമായിട്ട് ഇവിടെയുള്ള മമ്മൂന്, അതായത് എനക്ക് ഏതാ മൊബൈൽ നിങ്ങൾക്കറിയോ? എൻ്റെ മൊബൈൽ ഇവനിക്കറിയാം. എൻ്റെ മൊബൈൽ ഏതാണ് വിവോ അല്ലേ? വിവോ, അതായത് ബേക്കും മുമ്പും ഡിസ്പ്ലേ ഉള്ള ഫോണ്. അതാണ് പല ആൾക്കാർക്കും ഐഫോണുകൾ വെറുതെ. അതെ, എനിക്ക് വിഷമമുണ്ട്. കാരണം എല്ലാവർക്കും ഓരോ ബർത്ത്ഡേക്ക് ഓരോ സമയത്തും ഇങ്ങനെ ഐഫോണും കാര്യങ്ങളും കൊടുക്കുമ്പോൾ അതിന്റെ ബാക്കിലുള്ള ഒരു കാര്യം പറയാം. എനിക്ക് പണ്ടൊരു ഐഫോൺ തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് പണ്ടൊരു iPhone 14 തന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ എത്ര ആൾക്കാർ കണ്ടു എന്നറിയില്ല. ലൈവിൽ ഇതാക്കിയിട്ട് ഒരു ഇന്റർവ്യൂലാണ് എനിക്കത് തരുന്നത്. ഇന്റർവ്യൂവിൽ ഇങ്ങനെ കൊണ്ട് തന്ന് ഇങ്ങനെ തരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇന്റർവ്യൂവിലാണ് എനിക്കവൻ തന്നത് അത്. അപ്പോൾ അങ്ങനെ അവൻ തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രോപ്പർ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. അതായത് ഓൻ തന്നത് 5,000 രൂപയാണ്. ഓൻ 5,000 രൂപ തന്നിട്ട് 45,000 രൂപ ഞാനും വിട്ട് എൻ്റെ കയ്യിലുണ്ടായ ആ സമയത്തുള്ളൊരു റിയൽമിയുടെ ഒരു ഫോണുണ്ട്. അതും ഞാൻ വിറ്റ്, അതും ഫ്ലിപ്കാർട്ടിന് തന്നെയാണ് വെക്കുന്നത്. ഫ്ലിപ്കാർട്ടിലൊരു ഓപ്ഷൻ ഉണ്ട്, ഈ ഫോൺ കൊടുത്താൽ ഇത്ര എക്സ്ചേഞ്ച് വാല്യൂ അങ്ങനെ എന്തോ, അത് അതിൻ്റെ തെളിവുണ്ട്. അതും ഞാൻ ഈ അവർക്ക് വിറ്റ് ഫ്ലിപ്കാർട്ടിന് കൊടുത്തിട്ട് ഇവൻ തന്നത് 5,000 രൂപയാണ്. എന്നിട്ട് ഇവൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഫോൺ ഇതാക്കുന്നതിൽ വലിയ ഇതില്ല, ഞാൻ നിങ്ങൾക്കൊരു ഫോൺ മേടിച്ച് തരുമ്പോൾ അതിന് വില കൂടും, അതിന് ഇത് കൂടും എന്ന് പറഞ്ഞിട്ട് ഇവൻ ഞങ്ങൾക്കൊരു ഫോൺ മേടിച്ച് തരുന്ന പോലെ. പിന്നെ കാണുന്ന ആൾക്കാരെല്ലാം മുമ്പിൽ തൊപ്പി മേടിച്ചെന്ന ഫോൺ മേടിച്ചെന്നല്ലേ, തൊപ്പി 55,000 രൂപയുടെ ഫോൺ മേടിച്ചെന്നു, ഭയങ്കരം തന്നെ തൊപ്പി ഇത്, അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ ആടുന്ന് വീടുന്നെല്ലാം ഇതാക്കിയ പൈസ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ഐഫോൺ വാങ്ങുന്നുള്ളത്. അങ്ങനെ ഞാൻ കൂട്ടി വെച്ച പൈസ 5,000 രൂപ ഇവൻ തന്നിട്ടാണ് ഈ ഫോൺ ഞാൻ വാങ്ങുന്നത്. എങ്ങനെ ഇരിക്കുന്നു. ഇനി ഇവൻ ഈ പറയുന്ന ഗിഫ്റ്റ് കൊടുക്കുന്ന വീഡിയോ നമുക്കൊന്ന് കണ്ടോക്കാം. വേറൊരു കാര്യമുണ്ട്. എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് ഒരു സാധനം കൊടുക്കാനുണ്ട്. അതുണ്ട്, ഒരു പരിപാടി ഉണ്ട്. ഞാൻ എനിക്കൊരു ഐഫോൺ വാങ്ങിയിട്ടുണ്ട്. സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അറിയാം, ഏകദേശം അറിയാം. ഇതിൽ കൊടുക്കാം, ഇന്റർവ്യൂ കൊടുക്കാം. കൊടുക്കട്ടെ മോനെ, ഉമ്മാമാ ഇവനറിയോ? ഉമ്മാമാന്ന് പറഞ്ഞിട്ട് അറിയില്ല. എന്റെ കൂടെ എപ്പോ ലൈവിലെല്ലാം ഉണ്ടാകുന്ന എന്നെ ഒന്നിച്ച് അറിയില്ല. അറിയില്ല. എടുത്തിട്ട് പോയി എന്റെ ആഗ്രഹം തീരട്ട്. ഇത് 14. കനവുകളെല്ലാം ചുരുട്ടിക്കൂട്ടി. ഓ കനവ് ഇന്ന് പോയിട്ട് സെറ്റായിക്കോ. അറിയോ ഐഫോണെല്ലാം ഉപയോഗിക്കാൻ അറിയോ? ഐഫോൺ എല്ലാം ഉപയോഗിക്കാൻ അറിയാമെന്നൊക്കെ എനിക്ക് നല്ല തെറിയാണ് വായിൽ വരുന്നത്. 5,000 രൂപ ചെക്കന് കൊടുത്ത് പറ്റിച്ചിട്ട് ഐഫോൺ വാങ്ങിച്ചു കൊടുത്തെന്ന് ക്രെഡിറ്റ് വാങ്ങിച്ചിട്ട് ഡയലോഗ് അടിക്കാണ് ഐഫോൺ ഉപയോഗിക്കാൻ അറിയാമെന്നൊക്കെ. ആ ഫോൺ വാങ്ങിക്കുമ്പോൾ നിങ്ങളുടെ ചെക്കനെ മുഖത്തുള്ള ഭാവം നിങ്ങൾ കണ്ടില്ലേ? അവന് സന്തോഷം നടന്ന സാധനമേ ഇല്ല. സന്തോഷം പോട്ടെ, മുഖത്തൊരു ചിരി പോലും ഇല്ല. ഒരു ഭാവം ഇല്ലാണ്ടാണ് ഐഫോൺ വാങ്ങിക്കുന്നത്. പക്ഷെ അന്ന് അത് മനസ്സിലായില്ല കേട്ടോ. അവന്റെ സ്ഥായി ഭാവമായിരിക്കും എന്നാണ് അന്ന് വിചാരിച്ചത്. പക്ഷെ ഇതിന്റെ പിന്നാമ്പുറത്ത് ഇങ്ങനെ ഒരു കഥ ഉണ്ടെന്ന് ഇപ്പൊ ഇവർ പറയുമ്പോഴല്ല മനസ്സിലാവുന്നത്. വല്ലാത്തൊരു ചെങ്ങായിന് ഇഷ്ടം. ഇനി ഇവന്റെ ചാരിറ്റി തട്ടിപ്പിനെ കുറിച്ചും കൂടി ഇവർ പറയുന്നുണ്ട്. നമ്മളെല്ലാം കൂടി കേട്ടോക്കാം. നിങ്ങൾ പലതും കണ്ടിട്ടുണ്ടാവുമോ, നമ്മളെ സഹായിക്കുന്നത്, അങ്ങനെ ആക്കുന്നത്, ഇങ്ങനെ ആക്കുന്നത്.
പക്ഷെ ഞാൻ പറയാം ഗൈസ്, എല്ലാം ഫേക്കാണ്, എല്ലാം ഫേക്കാണ്. അവൻ ഒരാൾക്ക് 2 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ ക്യാമറൻ്റെ മുമ്പിൽ മാത്രമേ അവൻ കൊടുക്കൂ. ആ കൊടുക്കുന്നതിന് 2 രൂപ അവൻ കൊടുക്കുന്നതിന് 10 രൂപ അവൻ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനുള്ള നല്ലവൻ ഇമേജ് അവൻ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ അവൻ അത് കൊടുക്കും. വളരെ നല്ലത്. ഇത് അവന്റെ കാര്യമില്ല, ഒട്ടുമിക്ക സോഷ്യൽ മീഡിയയിൽ ചാരിറ്റി ചെയ്യുന്ന ആൾക്കാരുടെ അവസ്ഥയൊക്കെ ഇതൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മളത് പറയുമ്പോൾ എല്ലാവർക്കും നമ്മളോടൊരു കണ്ണുകടിയാണ്. അവൻ 2 റുപ്യ കൊടുത്തോട്ടെ, നിനക്കെന്താണ് കണ്ണുകടി എന്നും പറഞ്ഞു. ഇതിന്റെയൊക്കെ പിന്നാമ്പുറം അറിയുന്നത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള പല ആളുകളെയും വിമർശിച്ചിട്ടുള്ളത്. നല്ലത് ചെയ്യുന്നവർ നമ്മൾ നല്ലത് പറയും, പക്ഷേ ഈ ഫേക്ക് ആയിട്ട് ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി കുറെ ആൾക്കാർ ഈ ചാരിറ്റി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവരൊക്കെ നമ്മളെ എന്തൊക്കെ എക്സ്പോസ് ചെയ്തിട്ടുണ്ടോ അന്നൊക്കെ നമുക്ക് തെളിവുകൾ കിട്ടിയിട്ടുമുണ്ട്. ഇനിയെങ്കിലും ഇതിനെ പിന്നാമ്പുറത്ത് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ എന്തിനാണ് ഈ ചാരിറ്റി ചെയ്യുന്നവരോട് നിങ്ങൾ ഭയങ്കര കമ്മിറ്റ്മെന്റ് കാണിക്കുന്നത്, അവരോട് ഭയങ്കര സ്നേഹം കാണിക്കുന്നത്? ഇവിടുത്തെ ഒട്ടുമിക്ക ആളുകളും ചാരിറ്റി ചെയ്യുന്നത് ഒന്നെങ്കിലും ടാക്സ് വെട്ടിക്കാനോ അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ഉടായ്പ കാണിക്കാനോ ആയിരിക്കും, ജനങ്ങളുടെ ശ്രദ്ധ നേടാനായിരിക്കും. അതൊക്കെ ചെയ്തോട്ടെ, അത് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന പരിപാടിയല്ലേ. പക്ഷെ ഒരുമാതിരി ഊമ്പിക്കുന്ന പരിപാടി കാണിക്കരുത്. അങ്ങനെ കാണിക്കുമ്പോഴാണ് നമ്മൾ പലപ്പോഴും പലരും എക്സ്പോസ് ചെയ്യാറുള്ളത്. ആരോട് പറയാനല്ലേ? എന്തായാലും മക്കളെ കേട്ടോ. ഓൻ്റെ ആട്ടും തുപ്പും കേട്ടിട്ട് ഓൻ്റെ ഷഡ്ഡി വരെ അലക്കി ചാട നിൽക്കണം. നിയാദിൻ്റെയോ അതൊക്കെ എല്ലാം ഓക്കെ. നിയാദിൻ്റെ ഗേൾ ഫ്രണ്ടും ഉണ്ട്, ഓള് പറയുന്നവരെ നമ്മൾ കേൾക്കണം. ഓൾ ഒരു ദിവസം എന്നോടും ജാസിനോടും പറയാം, ഒന്ന് നിയാദിൻ്റെ ഷഡ്ഡി പോയി അലക്കുക. കാരണം ഓൻ്റെ ഗേൾ ഫ്രണ്ട് വരെ ഇങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ ഇത്ര തായാന്ന് നമ്മളെങ്ങനെയാണ് അവർ കാണുന്നത്? നമ്മളെന്താ അടുത്ത നായ്ക്കളാണ്? നായ്ക്കളാണ്. ഇനിയെങ്കിലും ആ തിരിച്ചുവരെ നിങ്ങൾക്ക് ഉണ്ടായാലും അത്രയും നല്ലത്. അവന്റെ നായ്ക്കളായിരുന്നു നിങ്ങൾ ഇത്രയും കാലം. ഇനിയെങ്കിലും അതൊന്ന് മനസ്സിലാക്കുക. എന്തായാലും തൊപ്പിക്ക് ഗേൾഫ്രണ്ട് ഒക്കെ ഉണ്ടല്ലേ, അതിനെ കുറിച്ച് തൊപ്പി എവിടെയും പറഞ്ഞാൽ കേട്ടില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. അല്ല, മുമ്പുള്ള റിലേഷൻഷിപ്പിൽ നിന്നൊക്കെ തൊപ്പിക്ക് നല്ല പണിയല്ലേ കിട്ടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന സമയത്ത് തൊപ്പി എന്തായാലും അത് പബ്ലിക്കിലൊന്നും പറയൂല. എന്തായാലും തൊപ്പിക്ക് ഒരു ഗേൾഫ്രണ്ട് ഉണ്ടായി എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇവരൊക്കെ പറഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ തൊപ്പിന്റെ ഗേൾഫ്രണ്ട് എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത്, വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ട മോളെ. ഇവനൊക്കെ കൂടെ ജീവിച്ചാലോ ചിലപ്പോൾ ജീവിതം കോഞ്ഞാട്ടായി പോകും. പിന്നെ അവനെ പോലുള്ള സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, രണ്ടാളും കൂടെ അങ്ങ് അഡ്ജസ്റ്റ് ആയി പോയിക്കോളും. അവനെ പോലെ കൽപ്പിക്കുന്ന സ്വഭാവമാണല്ലോ അവൾക്കും എന്നാണല്ലോ ഇവിടെ മമ്മു പറഞ്ഞു വെക്കുന്നത്. അവൻ പറയുന്ന പോലെ ആജ്ഞാപിക്കുക, ഷെഡ് ഏൽപ്പിക്കുക, ഇതൊക്കെയാണ് അവളും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ പിന്നെ രണ്ടാളും അഡ്ജസ്റ്റ് ആയി പോയിക്കോളും. അപ്പൊ ഇത്രയൊക്കെയാണ് ഇവരുടെ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്. ഇനിയും ഇവർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ എല്ലാവരും കൂടി കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഞാനത് നിങ്ങളെ അറിയിക്കാം. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.